ഒന്നാമതായിട്ട് ദാനിയേലിൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദാനിയേൽ 1-ാം അധ്യായം അതിൻ്റെ 2ഉം 3ഉം 4ഉം വാക്യം. ദാനിയേൽ 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. അനന്തരം രാജാവ് തന്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്പനാസിനോട് ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകലജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും കൽപ്പിച്ചു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദാനിയേലിൻ്റെ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന 4 വിധ മാറ്റങ്ങൾ, അതായത് ദാവീദിന് വിധേയപ്പെട്ട 4 മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിപ്പാൻ തക്കോണം ആഗ്രഹിക്കുന്നത്. ആ 4 വിധത്തിലുള്ളതായിരിക്കുന്ന മാറ്റങ്ങൾ തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ദാനിയേൽ എങ്ങനെ അതിനെ നേരിട്ടു, ദാനിയേൽ എങ്ങനെയാണ് ആ മാറ്റത്തെ അഭിമുഖീകരിച്ചത് എന്നുള്ളതാണ് ദാനിയേലിൻ്റെ ജീവിതത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ളത്. ആ ഭാഗത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ അല്പം ഒരു 2 വാക്ക് ഈ ദാനിയേലിൻ്റെ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വരുവാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, യഹൂദ ജനം 3 ഘട്ടങ്ങളിലായിട്ടാണ് യെരുശലേമിൽ നിന്നും ബാബേലിലേക്ക് കടന്നു വരുന്നത്. 3 ഘട്ടങ്ങളിലായിട്ട്. ഒന്ന് BC 606, രണ്ടാമത്തെ ഘട്ടം 577, മൂന്നാമത്തേത് 587. അങ്ങനെ 3 സമയമായിട്ടാണ് യെരുശലേമിൽ നിന്ന് യഹൂദന്മാർ ബാബേലിലേക്ക് കടന്നു വരുന്നത്. ഇതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് യെരുശലേമിൽ നിന്ന് ഈ യഹൂദന്മാർ ബാബേലിലേക്ക് കടന്നു വരുവാൻ കാരണമായി തീരുന്നത്? അത് യെരമ്യ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യെരമ്യ അതിൻ്റെ 25-ാം അധ്യായം അതിൻ്റെ 8ഉം 12ഉം വാക്യം മാത്രം നമുക്ക് വായിക്കാം. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്റെ വചനങ്ങളെ കേൾക്കായ്ക കൊണ്ട് ഞാൻ ആളയച്ചു വടക്കുള്ള സകല വംശങ്ങളെയും എന്റെ ദാസനായി ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെയും ഈ ദേശത്തിന്റെ നേരെയും അതിലെ നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെയും നേരെ വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത് സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാശ്വത ശൂന്യവുമാക്കി തീർക്കും. അതിന്റെ 12-ാം വാക്യം. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ ദേശത്തെയും അവരുടെ അകത്യം നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം പഠിക്കുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അതായത് യെരമ്യ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നതായിരിക്കുന്ന ഒരു വസ്തുത, അതായത് അവരുടെ പാപമുഖാന്തരം. അതാണ് 1 മുതൽ 9 വരെയുള്ള ഭാഗം വായിക്കേണ്ടതാണ്. ഇന്ന് 8-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ പാപത്തിന് കാരണം അവരെ, അതായത് ബാബേലിലേക്ക് പ്രവാസികളായിട്ട് അവർക്ക് വരേണ്ടതായിട്ട് വന്നുവെന്നും എക്സാക്ട്ലി 70 വർഷം അവർ പ്രവാസികളായിട്ട് അവിടെ താമസിക്കേണ്ടതായിട്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, ഈ യെരുശലേമിൽ നിന്നും ബാബേലിലേക്ക് പ്രവാസികളായി കൊണ്ടുവന്നപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മുൻപായി കടന്നു വരും. എന്തുകൊണ്ട് ദാനിയേലിനെയും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും എന്തുകൊണ്ട് അടിമകളാക്കി കൊണ്ടുവന്നു? ഇന്ന് ഒരു പക്ഷെങ്കിൽ എന്നെ കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ വിധത്തിലുള്ളതായിരിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നെ എന്തുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടി എന്നെ കടത്തിവിട്ടു? ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? മറ്റുള്ളവർ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, മറ്റുള്ളവർ അങ്ങനെ ജീവിക്കുന്നുവല്ലോ, മറ്റുള്ളവർക്ക് യാതൊരു കുഴപ്പമില്ലോ. എന്നെ എന്നുകൊണ്ട് ഈ എന്നെ ആരാണ്? ദാനിയേൽ. വീണ്ടും നമുക്ക് ദാനിയേലിലേക്ക് കടന്നു വരാം. ഈ ദാനിയേലിനെ പറ്റി എന്താണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതിൻ്റെ 1-ാം അധ്യായത്തിൽ ഉണ്ടല്ലോ. ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ 4-ാം വാക്യം.
അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിൽ നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുക. അപ്പോൾ ഈ വിധ യോഗ്യതകളെല്ലാം ഉള്ള ചില ബാലന്മാരെയാണ് നെബൂഖദ്നേസറിന് വേണ്ടിയത്. ഇവരേതാണ്ട് IAS പഠിച്ച് IAS പാസ്സായ അത്രമാത്രം വിദ്യയുള്ള ഒരുവരെ പോലെ ആ ഒരു നിലയിൽ എത്തിയതായിരിക്കുന്ന ഈ സർവജ്ഞാനവും സൗന്ദര്യവും നിപുണന്മാരും അറിവിൽ സമർത്ഥരും വിദ്യാപരിജ്ഞാനികളുമായിരിക്കുന്ന ഈ 4 ബാലന്മാരെ എന്തുകൊണ്ട് നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ട് പോയി? വേറൊരു രീതിയിൽ ചോദിച്ചാൽ, എന്തുകൊണ്ട് ദൈവം നെബൂഖദ്നേസറിനെ അനുവദിച്ചു ഈ ബാലന്മാരെ പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട്? നമുക്കറിയാം, 1-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്നു, അതിനെ നിരോധിച്ചു. അതിന്റെ 2-ാം വാക്യത്തിൽ കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങൾ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആരേൽപ്പിച്ചു? യഹോവയായിരിക്കുന്ന ദൈവം ഏൽപ്പിച്ചു. ആരെ ഏൽപ്പിച്ചു? ബാബേലിലെ നെബൂഖദ്നേസറിനെ, ജാതികളുടെ രാജാവായിരിക്കുന്ന നെബൂഖദ്നേസറിന്റെ കരങ്ങളിൽ ദൈവമക്കളായിരിക്കുന്ന ദൈവത്തിന്റെ സ്വത്തും സമ്പത്തും ദൈവമക്കളെയും യഹോവയായിരിക്കുന്ന ദൈവം ജാതികളുടെ രാജാവായ നെബൂഖദ്നേസറിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഇവിടെ ചോദ്യം ഇതാണ്, 4 ബാലന്മാരെ ഉണ്ടായിരുന്നുള്ളൂ യഹോവയ്ക്ക് ബാബേലിന് കൊടുക്കാനായിട്ട്? 4 ബാലന്മാർ ഇത്ര നിപുണരായിരിക്കുന്ന സമർത്ഥനായിരിക്കുന്ന ബാലന്മാരെ തെരഞ്ഞ് കണ്ടുപിടിച്ചുകൊണ്ട് ആ ബാലന്മാരെ എന്തിന് നെബൂഖദ്നേസറിന്റെ കരങ്ങളിൽ കൊടുത്തു? വേറെ എത്രയോ പേരുണ്ടായിരുന്ന യഹൂദന്മാർ, അവരുടെ പേരൊന്നും ഇവിടെ വന്നില്ലല്ലോ. അവർക്ക് ദൈവത്തിന് വേണ്ടായിരുന്നോ? നെബൂഖദ്നേസറിന് വേണ്ടായിരുന്നോ? പ്രിയരെ, ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രശ്നം അനുഭവിക്കുമ്പോൾ, നാം കൊടും യാതനയിൽ കൂടി നാം കടന്നു പോകുമ്പോൾ, വിഷാദത്തിൻ്റെതായിരിക്കും തിരമാലകൾ നമ്മുടെ തലയ്ക്ക് മീതെ കൂടി കടന്നു പോകുമ്പോൾ, ഒരു കാര്യം മറന്നു പോകരുത്, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിലൊന്നും വരുന്നില്ല. ദൈവമാണ് യെഹോയാക്കീമിനെയും ഈ ബാലന്മാരെയും നെബൂഖദ്നേസറിന്റെ കരങ്ങളിൽ കൊടുത്തത്. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഞാനല്ലാതെ, നീ അല്ലാതെ, നമ്മളുടെ ആരുമല്ലാതെ വേറെ ആരെങ്കിലും ആണ് കൊടുത്തിരുന്നുവെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ഈ 4 ബാലന്മാരിൽ കൂടി ലഭിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ വേറെ 4 ബാലന്മാർക്ക് കിട്ടുകയില്ല. എന്നെ അതിന് വേണമായിരുന്നു, ഞാനതിന് ഒരു പാത്രമാകണമായിരുന്നു. ഒരിക്കലൊരു സഹോദരി ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഒരു സഹോദരിയായിട്ട് നാമധേയ ക്രിസ്തീയ കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർന്നു. ഞാൻ വളരെ അധ്വാനിക്കുകയും ഭാരപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് യാതൊരു കുറവുമില്ലായിരുന്നു. എന്നാൽ ഞാൻ എന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസ ഭവനത്തിലേക്ക് ഞാൻ കടന്നു വന്നുവോ, വിശ്വാസികളുമായിട്ട് ഞാൻ സമ്പർക്കം പുലർത്തുവാൻ തുടങ്ങി, അന്ന് തൊട്ട് എനിക്ക് പ്രശ്നമാണ്. എൻ്റെ ജീവിതത്തിൽ പ്രയാസമാണ്. എൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും മാറാത്ത രോഗങ്ങളും ദുഃഖങ്ങളും. എന്തുകൊണ്ട് കർത്താവേ ഇങ്ങനെ സംഭവിച്ചു? ഞാനൊരു നാമധേയ കുടുംബത്തിൽ ജനിച്ചു, നാമധേയ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു, എനിക്കൊന്നിനും കുറവില്ലായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഇന്ന് ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പന ഞാൻ അനുസരിച്ച് സ്നാനപ്പെട്ടുവോ, അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ അരാജകത്വം, എൻ്റെ കുടുംബത്തിൽ സമസമാധാനം. എന്തുകൊണ്ട് കർത്താവ് ഇതിങ്ങനെ സംഭവിച്ചു? ഉത്തരം ഇങ്ങനെയാണ് കിട്ടുന്നത്, മകളെ, ഞാൻ നിന്നെ അധികമായി സ്നേഹിക്കുന്നു. ഇതൊരു യുദ്ധക്കളമാണ്, നീ ഒരിക്കലും മറന്നു പോകരുത്. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞ യുദ്ധക്കളമാണ്. യുദ്ധക്കളത്തിൽ സാത്താൻ മുൻപോട്ട് വരികയാണ് നിന്നെ ആക്രമിക്കുവാൻ വേണ്ടി. ആ യുദ്ധക്കളത്തിൽ നിന്നെ ഞാൻ മുൻപിൽ നിർത്തിയിരിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ തോക്കിൽ നിന്നും ഗോളി നിന്റെ നെഞ്ചത്ത് തറച്ചെന്ന് വരാം, എനിക്കറിയാമത്. ഞാൻ നിന്നെ മുൻപിൽ നിർത്തിയിരിക്കുകയാണ്. വേറൊരാളെ നിർത്തിക്കഴിഞ്ഞാൽ നിന്നിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കുന്ന ആ കാര്യങ്ങൾ എനിക്ക് കിട്ടുകയില്ല. നിന്നെ ഞാൻ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ ഗോളി കൊള്ളുന്നതിൽ കൊള്ളട്ടെ, പക്ഷെങ്കിൽ എനിക്കറിയാം, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാനല്ലേ പറഞ്ഞത് ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന്. അല്ല, നിനക്ക് പുറകിൽ നിന്നാൽ മതിയോ? പോരെ, കുഴപ്പമില്ല. പക്ഷെങ്കിൽ ഒരു ദിവസം നീ ഇതിനെക്കുറിച്ച് ചിന്തിക്കും, ഞാൻ അന്ന് അവിടെ നിന്നിരുന്നുവെങ്കിൽ എനിക്ക് എത്രമാത്രം പ്രതിഫലം ലഭിക്കുമായിരുന്നു. ദൈവം എന്നെ അവിടെ ആക്കിയിരുന്നു. അത് ദൈവം ഒന്ന് കണ്ടുകൊണ്ടാണല്ലോ. ഞാൻ ഇവിടെ ആയിരുന്നുവെങ്കിൽ, ഈ സ്ഥാനത്ത് ഞാൻ ഇന്ന് ആയിരുന്നുവെങ്കിൽ എനിക്ക് എന്തെല്ലാം പ്രതിഫലം കിട്ടുമായിരുന്നു. ഒരു പക്ഷെങ്കിൽ സഹോദരി മോളെ, നീ ഒരു പക്ഷെങ്കിൽ അന്ന് നീ ചിന്തിക്കും. എന്നാൽ ഇന്ന് ഞാൻ നിന്നെ കണ്ടുകൊണ്ട് നിന്നെ അവിടെ നിർത്തിയിരിക്കുകയാണ്. അതെ, ദാനിയേലിനോടും ശദ്രക്കിനോടും മേശക്കിനോടും അബേദ്നെഗോയോടും ദൈവത്തിന് പറയുവാൻ തപ്പുള്ളത് അനേക ബാലന്മാരുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളെ അവിടെ നിർത്തിയിരിക്കുന്നതിന് കാരണമുണ്ട്. എനിക്ക് ചില കാര്യങ്ങളുണ്ട്, എനിക്ക് ചില പദ്ധതികളുണ്ട്.
ഞാൻ ചില പദ്ധതികൾ പൂർണ്ണമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 പേർ അവിടെ നിന്നേ മതിയാകും. പോകുക, അവിടെ പോവുക. അവിടെ സുഭിക്ഷിതമായിരിക്കുന്ന ഒരു ജീവിതമല്ല നിനക്കുള്ളത്. എന്നാൽ അവിടെ നിന്നുകൊണ്ട് എൻ്റെ സാക്ഷിയായി നിൽക്കുമ്പോൾ ചില മാറ്റങ്ങൾക്ക് വിധേയപ്പെടേണ്ടതായിട്ട് വരുമെങ്കിലും അവിടെയും അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തരും. അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, യോസേപ്പിൻ്റെ ജീവിതത്തിൽ യോസേപ്പ് എങ്ങനെയാണ് ഒരു പ്രധാനമന്ത്രിയായി മാറുവാൻ റെഡിയായി തീർന്നത്? ഒടുവിൽ എന്താണ് തൻ്റെ സഹോദരനോട് പറയുന്നത്? നിങ്ങൾ ആരുമല്ല എന്നെ ഇവിടെ അയച്ചത്, പിന്നെ ആരാ? ദൈവമാണ് എന്നെ അയച്ചത്. നിങ്ങളൊന്നും പ്രയാസപ്പെടേണ്ട. ഞാൻ ഇവിടെ പൊട്ടക്കടലിൽ ഞാൻ വീണുവെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ ദൈവം ഉണ്ടായിരുന്നു. എന്നെ പോത്തിഫറിന്റെ വീട്ടിലെ അവരെന്നെ കൊണ്ടുപോയെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ ദൈവം ഉണ്ടായിരുന്നു. ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നുവെങ്കിൽ അവിടെ എൻ്റെ ദൈവം എന്നോട് കൂടി ഉണ്ടായിരുന്നു. നിങ്ങളല്ല എന്നെ ഇവിടെ വിട്ടത്, നിങ്ങളല്ല എന്നെ വിട്ടത്. പ്രിയരെ, വലിയൊരായിരിക്കുന്നത് യോസേപ്പ് സഹോദരന്മാരോട് പറയാണ്, നിങ്ങളൊന്നും പ്രയാസപ്പെടേണ്ട. എന്നെ ഇവിടെ വിട്ടുവെങ്കിൽ അതിനൊരു കാരണമുണ്ട്. പ്രിയരെ, ഞാൻ നിങ്ങളും ഒരുപക്ഷെ ഈ വിധത്തിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാര്യം നാം മറന്നു പോകരുത്. എൻ്റെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കിടക്കില്ല. നമുക്കറിയാമല്ലോ, യോനാൻ കാര്യമാണ്. ഈ വ്യക്തി പ്രവാസത്തിൽ കിടന്നുകൊണ്ടാണ് ദാനിയേലിന്റെ പുസ്തകം എഴുതുന്നത്. യോഹന്നാൻ എവിടെ കിടന്നുകൊണ്ടാണ് എഴുതിയത്? പത്മോസ് ദ്വീപിൽ കിടന്നുകൊണ്ടാണ് എഴുതുന്നത്. അവിടെ പേപ്പർ എവിടെ കിട്ടി, പേന എവിടെ കിട്ടി, ടേബിൾ എവിടെ കിട്ടി, എങ്ങനെ കിട്ടി എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ പത്മോസ് ദ്വീപിലാണെന്നുള്ളത് നമുക്കറിയാം. പത്മോസ് ദ്വീപിൽ കിടന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വെളിപ്പാട് പുസ്തകം എഴുതുവാൻ, പ്രവചനം എഴുതുവാൻ തക്കോണം. താൻ പ്രവാചകനായിരുന്നു എന്ന് പറയണം. താനൊരു പ്രവാചകനായിരുന്നു. ആ പ്രവാചകന് പത്മോസ് ദ്വീപിൽ കടന്നുകൊണ്ട് ദൈവത്തിൻ്റെ ദർശനം ലഭിക്കാൻ തക്കോണം ഇടയായിത്തീർന്നു. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, കാനായിലൊരു വിവാഹം ബൈബിൾ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് കാനായിലെ ആ വിവാഹം ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? എത്രയോ നല്ല നല്ല വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് കാനായിലല്ലേ? ഒരു കുറവുമില്ലാത്തത്. നമ്മളൊക്കെ പറയുമോ, ഇവിടുത്തെ ആഹാരം എത്ര നന്നായിരുന്നു, ഒരു കുറവുമില്ലായിരുന്നു, വളരെ നന്നായി നടന്നു. ആ വിവാഹങ്ങളെ പറ്റി ഒന്നും ബൈബിളിൽ എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല? എന്നാൽ വീഞ്ഞ് പോരാതെ വന്ന, കുറവുള്ളതായിരിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിരിക്കുന്ന, വളരെ വിഷമസ്ഥിതിയിൽ കൂടി മുന്നോട്ട് പോയതായിരിക്കുന്ന ആ വിവാഹത്തെക്കുറിച്ച് ബൈബിൾ എന്തിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു? ഞാൻ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ സമയത്തും ദൈവം കൈവിടുന്ന ദൈവമല്ല. കാനാവിലെ കല്യാണത്തിലെ കുറവ് വന്നതായിരിക്കുന്ന ആ വിഷയം ഇന്ന് കോടാനുകോടി ജനങ്ങൾ ആ പദത്തെ ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുറവ്, പ്രിയരെ, നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളുണ്ടല്ലോ, നാം അഭിമുഖീകരിക്കുന്ന ചില പ്രയാസങ്ങൾ, പ്രശ്നങ്ങളുണ്ടല്ലോ, ദൈവനാമ മഹത്വത്തിനത് ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഞാൻ പറയട്ടെ, ഈ 4 ബാലന്മാരെ ദൈവം തിരഞ്ഞെടുക്കുവാൻ തക്കണം ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ് മുൻപോട്ട് പോകുന്നതിന് മുമ്പേ, നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം രോഗങ്ങളെ, കഷ്ടതകളെ, പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ, ബുദ്ധിമുട്ടുകളെ, ഏത് സാഹചര്യത്തിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വന്നാലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്നും ദാനിയേലിൽ കൂടി ദൈവം എന്ത് പ്രതീക്ഷിക്കുകയും ആ കാര്യം സാധിപ്പിക്കുകയും ചെയ്തുവോ, അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ കൂടി ദൈവം ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. പിറുപിറുപ്പിൻ്റെ അനുഭവത്തിൽ കൂടി നാം മുമ്പോട്ട് പോവുകയല്ല. കർത്താവ് ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതല്ല. നിങ്ങൾക്കിതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ഉത്തരം പറയുവാൻ ഒന്നേ ഉള്ളൂ, ദൈവം സകലം അറിയുന്നു, ദൈവൻ്റെ നന്മയ്ക്കായിട്ട് ചെയ്യുന്നു. ദാനിയേലിൻ്റെ നന്മയ്ക്കായിട്ടാണോ ദൈവം ചെയ്തത്? ഇന്ന് നമുക്കത് പറയാൻ പറ്റും. യോസേപ്പിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണോ പൊട്ടക്കിണറിൽ വീണത്? നമുക്കിന്ന് പറയാൻ പറ്റുമത് നന്മയ്ക്കായിരുന്നു. അതുപോലെ തന്നെ ലാസറിൻ്റെ ജീവിതത്തിൽ, ഏത് ദേവദാസന്മാരുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അവർ അനുഭവിച്ചതായിരിക്കുന്ന കഷ്ടതകളെ, പ്രയാസങ്ങൾ ഒരിക്കലും തിന്മയ്ക്കായിട്ടല്ലായിരുന്നു, നന്മയ്ക്കായിട്ടായിരുന്നു. അങ്ങനെയെങ്കിൽ എഴുതിയിടുക പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതായിരിക്കുന്ന ഏത് പ്രശ്നവുമായിക്കോട്ടെ, ഏത് പ്രതിസന്ധിയുമായിക്കോട്ടെ, ഒരു കുടുംബത്തിൽ ഒരു പക്ഷേ പലവിധ പ്രശ്നങ്ങൾ കൂടി നാം കടന്നു പോകുന്നുണ്ടായിരിക്കാം. ഒരു കാര്യം നാം മറന്നു പോകരുത്, ആ വിധത്തിൽ നാം ആ ദാനിയേലിനെ പോലെ നാം ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് നാം പ്രവർത്തിക്കുവാൻ അനുവസരം കൊടുത്താൽ മതി. പിറുപിറുപ്പിൻ്റെ അനുഭവം ഇല്ലാതെ കണ്ട് ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പിറുപിറുത്ത് മുൻപോട്ട് പോകുന്നതിന് പകരമായിട്ട് എൻ്റെ ദൈവം എല്ലാം അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കി ദൈവസേനയിൽ പ്രാർത്ഥിച്ച് സമയം ചെലവഴിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയും. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ ദാനിയേലിനെ കുറിച്ച്
ഞാൻ പറയട്ടെ, അവൻ ഏറ്റവും പ്രിയ പുരുഷനാണെന്ന് 3 പ്രാവശ്യം ബൈബിൾ എഴുതിയിട്ടുണ്ട്. അവനെ പ്രവാസത്തിൽ കിടന്നുകൊണ്ടാണ് എഴുതിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ 90 വയസ്സ് വരെ അവൻ ജീവിച്ചു എന്ന് പറയുന്നുണ്ട്. അവൻ വൃദ്ധനായതിനു ശേഷമാണ് മരിച്ചത്. അവനൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന ആത്മീയമായിരിക്കുന്ന രീതിയിൽ മുൻപോട്ട് പോയതായിരിക്കുന്ന ഒരു ബാലനായിരുന്നു ദാനിയേൽ. എന്നാൽ ദാനിയേലിനെ ഇതാ നോക്കുക, ദൈവത്തിൻ്റെ സമ്മതത്തോടുകൂടി നെബൂഖദ്നേസർ ആ ദാനിയേലിനെയും കൂട്ടരെയും പിടിച്ചുകൊണ്ട് അടിമകളാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇനിയും 1-ാം അധ്യായത്തിൻ്റെ ഇപ്പോൾ വായിച്ചതായിരിക്കുന്ന 2, 3, 4 വാക്യങ്ങൾ. അനന്തര രാജാവ് തന്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അസ്പെനസിനോട്, ഇസ്രായേൽ മക്കൾ രാജസന്ധതിയിൽ കുലീനന്മാരിൽ വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകലജ്ഞാനത്തിൽ നിപുണന്മാരും അറിവിൽ സമർത്ഥനും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പാനും കൽപ്പിച്ചു. സ്ഥലം മാറ്റം. 1-ാമത്തെ മാറ്റം എന്താണ്? സ്ഥലം മാറ്റം. എവിടുന്ന് എങ്ങോട്ട്? ഇവിടുന്ന് അമേരിക്കയിലോട്ട് യാത്രയല്ല, പിന്നെ എങ്ങോട്ടാ? അല്ല, ഇവിടുന്ന് ആഫ്രിക്കയിലോട്ട് യാത്ര വേണേ നമുക്ക് പറയാം. ആഫ്രിക്കയിലോട്ട് അങ്ങനെ സാധാരണ ആൾക്കാരും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നാം കാണുന്നത് ജെറുസലേമിൽ നിന്ന് ബാബേലിലേക്കുള്ള ഒരു സ്ഥലം മാറ്റം. ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ദൈവഭയത്തിൽ, ദൈവസ്നേഹത്തിൽ ഒരു ദേവാലയത്തിൽ കടന്നു പോവുകയും പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുകയും ആത്മീയ മാതാപിതാക്കളുള്ളതായിരിക്കുന്ന ഒരു കുടുംബത്തിലെ 4 ബാലന്മാർ അവർക്ക് സ്ഥലം മാറ്റം കിട്ടിയിരിക്കുകയാണ് വേറൊരു സ്ഥലത്തേക്ക്. പ്രിയരെ, സാത്താൻ വളരെ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വിധത്തിലുള്ളതായിരിക്കും സ്ഥലം മാറ്റം ഒരിക്കലും എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് യുവാക്കളായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നാളെ സംഭവിക്കാം. കാരണം നാം ജോലിയോടെ ബന്ധത്തിൽ പോയേ മതിയാകുകയുള്ളൂ. അടിമകളാക്കി കൊണ്ടുപോവുകയല്ല, പിന്നെ ജോലിയോടുള്ള ബന്ധത്തിൽ ഈ സ്ഥലം, സ്വന്തം ഭവനം വിട്ടിട്ട് അന്യ സ്ഥലത്തേക്ക് നാം കടന്നു പോകേണ്ടതായിട്ട് വരും. എന്നാൽ ആ സമയത്ത് ദാനിയേൽ നമുക്ക് ഉദാഹരണമായിട്ട് നല്ലൊരു മാതൃകാ പുരുഷനായിട്ട് നാം ഈ ദാനിയേലിനെ നാം തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമാണ്. ദാനിയേൽ അവിടെ പോയതുകൊണ്ട് ആരുമില്ല, അവിടെ യഹൂദന്മാരായിട്ടുള്ള അവർക്ക് അറിയപ്പെടുന്നവരാരുമില്ല, മാതാപിതാക്കൾ ആരുമില്ല, എന്തും ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ദാനിയേൽ എത്തിയിരിക്കുകയാണ്. ദാനിയേല് തൻ്റെ വിശ്വാസത്തിൽ മാറിപ്പോയോ? അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഒരിക്കലും പ്രിയമുള്ളവരെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, നാം എവിടെ പോയാലും, നമ്മൾ ജോലിയുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം വിവിധ സ്ഥലങ്ങൾ നമ്മുടെ മാതാപിതാക്കളെ വിട്ട് നമ്മൾ പോകുമ്പോഴും ഒരിക്കലും ദൈവികമായിരിക്കുന്ന നാം പഠിച്ച് മനസ്സിലാക്കിയതായിരിക്കുന്ന നമ്മുടെ സൺഡേ സ്കൂളിലോ VBSലോ നമ്മുടെ സഭയിലോ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയതായിരിക്കുന്ന സത്യത്തിൽ നിന്നും ഒരു അണുപോലും നാം മാറിപ്പോകുവാൻ ഇടയാകരുത്. ഇത് കൽദേർ അഥവാ ബാബേൽ അല്ലെങ്കിൽ നെബൂഖദ്നേസർ കൊടുത്ത ഒരു വിദ്യയാണ്. എങ്ങനെയെങ്കിലും ഈ ദാനിയേലിനെയും കൂട്ടരെയും അവരുടെ വശത്താക്കണം. സ്ഥലം മാറ്റം. സ്ഥലം മാറിക്കഴിയുമ്പോൾ ഒരു പക്ഷെങ്കിൽ ആ വിധത്തിൽ അവരുടെ കണിയിൽ, അവരുടെ വലയിൽ അകപ്പെടുത്താമെന്ന് ഒരു പക്ഷെങ്കിൽ നെബൂഖദ്നേസർ വിചാരിച്ചു. എന്നാൽ ദാനിയേൽ എന്താണ് ചെയ്തത്? ദാനിയേൽ ഒരിക്കലും അതിന് അകംപ്പെട്ടിട്ടില്ല. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ സ്ഥലം മാറ്റി നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ കേരളത്തിൽ നിന്നും ഗൾഫ് കൺട്രിയിലൊക്കെ പോയിട്ടുള്ളവർ ഇവിടെ സാധാരണ നിലയിൽ ജീവിച്ച വിശ്വാസികൾ അവിടെ ചെന്നതിന് ശേഷം വളരെ തീഷ്ണതയുള്ളവരായി തീർന്നിട്ടുണ്ട്. ആരുമില്ലാത്ത സ്ഥലമാണ്, ആരുമില്ലാത്ത സ്ഥലം, മാതാപിതാക്കൾ ആരുമില്ല. ഇവിടെ ഒരു കെട്ടപ്പെട്ട ജീവിതത്തിലായിരുന്നെങ്കിലും ഇവിടെ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ അവർക്ക് എങ്ങനെയും ജീവിക്കാം. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം ഒരു നല്ലൊരു ആത്മീയ ജീവിതത്തിലേക്ക് അവർ മടങ്ങി വന്നതായിട്ട് കേൾക്കുവാൻ അനേകരുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയരെ, നാം എവിടെ പോയാലും നമ്മുടെ കർത്താവിനെ നാം രുചിച്ചറിഞ്ഞവരാണെങ്കിൽ നാം ഒരിക്കലും മാറി പോകാൻ പാടില്ല എന്നുള്ളത് ഈ സ്ഥലം മാറ്റത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കണം കഴിയുന്നുണ്ട്. 1-ാമത്തെ മാറ്റം എന്താണ്? സ്ഥലം മാറ്റം. ഈ സ്ഥലം മാറ്റത്തിൽ ദാനിയേലിനെ ഒന്നും ചെയ്യാൻ പറ്റും, പോകേണ്ടതായിട്ട് വന്നത് ശരിയാണ്. എന്നാൽ ആ സ്ഥലം മാറിയതോടുകൂടി തൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വന്നില്ല. ആ ദാനിയേൽ തന്നെ 6-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ടല്ലോ, 10-ാം വാക്യത്തിൽ, പതിവ് പോലെ എന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂളിൽ കുഞ്ഞായിട്ട് വളരുന്നത് മുതൽ തൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചു വന്നതായിരിക്കുന്ന ആ പതിവ് പോലെയുള്ള പ്രാർത്ഥന താൻ നിർത്തുവാൻ പാടില്ല. ഇതാണ് ഒരു സ്ഥലം മാറ്റത്തിൽ കൂടി സാത്താൻ നമ്മളെ ആ രീതിയിൽ അകറ്റുവാൻ തൊക്കണം ശ്രമിക്കും. ഞാൻ പറയട്ടെ യുവാക്കളോട്, ഒരു പക്ഷേ നാം ബാംഗ്ലൂരിലോ എറണാകുളത്തോ അന്യ സ്ഥലങ്ങളോ നാം കടന്നുപോയി ജോലിയുള്ള ബന്ധത്തിലോ പഠനത്തിലുള്ള ബന്ധത്തിലോ പോകുമ്പോൾ
നമുക്ക് കൂടെ കിട്ടുന്നത് ഇതുപോലുള്ള ജാതികളെ ആയിരിക്കാം. നമ്മെ വശത്താക്കുവാൻ തക്കോണം അവർ പല ഓഫർ ചെയ്യും. എന്നാൽ ആ സമയത്തൊന്നും വഴങ്ങിപ്പോകരുത്, കീഴ്പ്പെട്ടു പോകരുത്. ഒരിക്കലും ഈ ദാനിയേലിന്റെ ദൈവത്തെ മറന്നു പോകരുത്. ദാനിയേലിന്റെ ദൈവം എൻ്റെ ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദാനിയേലിന്റെ വാക്കുകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തതായിട്ട് 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ് എന്നീ യഹൂദപുത്രന്മാർ ഉണ്ടായിരുന്നു. ഷണ്ഡാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിന് അവൻ ബെൽത്ത്ശസ്സർ എന്നും, ഹനന്യാവിന് ശദ്രക് എന്നും, മീശായേലിന് മേശക് എന്നും, അസര്യാവിന് അബേദ്നെഗോ എന്നും പേര് വിളിച്ചു. 7-ാം വാക്യം വായിച്ചല്ലോ. ഈ എന്തിന് ആവശ്യം എന്തുവായിരുന്നു? ദാനിയേലിനും ഈ 4 പേർക്കും നല്ല പേരുണ്ടായിരുന്നു. ഈ പേര് മാറ്റാൻ കാര്യം എന്തുവാ? എന്താണ് അവരുടെ ഉദ്ദേശം എന്തുവാ? എങ്ങനെയെങ്കിലും എൻ്റെ ഈ ജാതിയിലേക്ക് അവർ കടന്നു വരണം. ഇവരുടെ പേരിൻ്റെ ഒക്കെ വ്യത്യാസം നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ മുൻപോട്ട് പോകുന്നില്ല. എന്നാൽ എല്ലാം അവരുടെ പേര് എന്തായിരുന്നു? ഹനന്യാവ്, മീശായേൽ, ഈ അസര്യ, ഇതെല്ലാം ഏൽ യഹോവ, യാഹ്, ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള പേരുകൾ തൻ്റെ മാതാപിതാക്കൾ ഈ മക്കൾ കിട്ടും. എന്നാൽ ഈ നെബൂഖദ്നേസർ ഏത് പേരായിട്ടത്? ബെൽത്ത്ശസ്സർ. ബെൽത്ത് എന്ന് പറഞ്ഞാൽ ബേൽ അവരുടെ ദേവിയാണ്. അതിനുശേഷം ശദ്രക്ക്, സണ്ണിൻ്റെ ദേവി. അതിനുശേഷം മേശക്ക്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ദേവന്മാരുടെ പേരുകളോട് ചേർത്ത് അവർ അതിൻ്റെ പേരിട്ടു. ഇങ്ങനെയെങ്കിലും ഇവരുടെ സ്വഭാവം അതൊന്ന് മാറ്റി കിട്ടും, സ്വഭാവത്തിന് മാറ്റം വരും. എൻ്റെ ദേവനെ അവരെ ആരാധിക്കണം. അതായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ ഇവിടെ എന്താണ് നാം കാണുന്നത്? പേര് മാറ്റിയതുകൊണ്ട് പറ്റിയോ? പേര് മാറ്റിയതുകൊണ്ട് സ്വഭാവം മാറുമോ? പേര് മാറ്റിയതുകൊണ്ട് സ്വഭാവം മാറുമോ? മാറത്തില്ല എന്ന് ദാനിയേലും കൂട്ടരും പറയുന്നു. പണ്ടൊരിക്കൽ ടെക്കുവ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ടെക്കുവ പേരെന്തുവാ? ടെക്കുവ. അവൻ സ്കൂൾ കഴിഞ്ഞു, കോളേജിൽ കഴിഞ്ഞപ്പോൾ എല്ലാവരും അവനെ കളിയാക്കുക. എടാ, എന്താണ് നിൻ്റെ അപ്പനും അമ്മയും ടൊക്ക എന്ന് പറഞ്ഞു പേരിട്ടിരിക്കുന്നത്? നല്ല പേരിടാൻ വയ്യായോ? അവന് നാണംകേടായി. അവനോട് എന്നെ തിരിച്ചു ഒരു പേര് നോക്കണം. അവരിങ്ങനെ വരുന്ന സമയത്ത് ഒരു ഡെഡ് ബോഡി കൊണ്ട് ഒരാൾ പോകുന്നു. നിർത്ത്. ആരുടെ ഡെഡ് ബോഡി ആയത്? ഇത് അമർ സിംഗിൻ്റെ ഡെഡ് ബോഡിയോ? മൃത്യുവിന്മേൽ ജയമെന്നാണ് അമർ സിംഗിൻ്റെ പേര്. അമർ സിംഗ് എന്ന് പറഞ്ഞാൽ മൃത്യുവിന്മേൽ ജയമെന്നാണ് പേര്. പക്ഷെങ്കിൽ ഇതെന്താ കിടക്കുന്നത്? ഡെഡ് ബോഡി. അതിനുശേഷം മുൻപോട്ട് പോയി ഒരു ഭിക്ഷക്കാരിയെ കണ്ടു. ചോദിച്ചു, നിങ്ങളുടെ പേരെന്തുവാ? എൻ്റെ പേര് ലക്ഷ്മി. അതെ, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ എന്തുവാ? പണത്തിൻ്റെ ദേവിയാണ് ലക്ഷ്മി. അവിടെ പണത്തിൻ്റെ ദേവിൻ്റെ പേര്. പക്ഷേ എന്താ ചെയ്യുന്നത്? ഭിക്ഷയാദിക്കുക. എന്നാൽ ഇനി വേണ്ടെന്ന് പറഞ്ഞ് ഒരു ഹോട്ടലിൽ പോയി ഒരു ചായ കുടിക്കാനായിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മലയാള മനോരമ പേപ്പർ കണ്ടു. ആ പേപ്പറിനകത്തൊന്ന് വായിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ യേശുദാസ് ശബരിമലയിൽ. എവിടാ? യേശുദാസ് ശബരിമലയിൽ. അതെ, യേശുവിൻ്റെ ദാസൻ എവിടാ? ശബരിമലയിൽ. എടാ, അമർ സിംഗ്, ലക്ഷ്മി, യേശുദാസ്. പേരൊന്ന്, പ്രവൃത്തി പേരൊന്ന്. യേശുദാസ് ശബരിമലയിൽ. എൻ്റെ പേര് തന്നെ എനിക്ക് എൻ്റെ പേര് ടൊക്കു, അത് മതി. എനിക്ക് ഈ പേര് വേണ്ട. യേശുദാസ് എന്ന് പേര് പറയുകയും ശബരിമലയ്ക്ക് പോവുകയും ചെയ്യുന്ന ആ ഒരു പേരെനിക്ക് വേണ്ട. അപ്പോൾ ഇവിടെ നാം കാണുന്നത് ഇവരുടെ പേരവർ മാറ്റിയെങ്കിലും അവരുടെ സ്വഭാവത്തെ മാറ്റുവാൻ തക്കോണം, അവരുടെ ജീവിത ശൈലിയെ മാറ്റുവാൻ തക്കോണം, അവർ പഠിച്ചതായിരിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസത്തെ അകറ്റുവാൻ തക്കോണം ഈ പേര് മാറ്റൽ കൊണ്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയുന്നുണ്ട്. പ്രിയരെ, അടുത്ത് പെട്ടെന്ന് ഞാൻ നീക്കാം. അതിന് ശേഷമുള്ളത് 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. അതിന്റെ 8-ാം വാക്യം. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കിയതിൽ ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. അതിന്റെ 12-ാം വാക്യം. അടികളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തീരുമാനിച്ച ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. അതിന്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തുനോക്കുക. പിന്നെ കാണുന്നത് പോലെ അടികളോട് ചെയ്തു. ആദ്യത്തെ മാറ്റം എന്തുവായിരുന്നു?
സ്ഥലം മാറ്റം. രണ്ടാമത്തെ എന്തായിരുന്നു? പേരുമാറ്റം. ഇത് മൂന്നാമത്തെ ഏതാണ്? ഭക്ഷണമാറ്റം, ആഹാരത്തിൻ്റെ ഒരു മാറ്റം. ഈ ആഹാരത്തിൻ്റെ മാറ്റത്തിൽ നമ്മളെല്ലാം അടിഞ്ഞു പോകും. യുവതിയുവാക്കന്മാർ അല്പം ചിക്കൻ ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ ആരാ വിടുന്ന? ആരാ? മദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് പറയുമോ? മദ്യം ഞാൻ കുടിക്കത്തില്ല, ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾ മദ്യം കുടിക്കാറില്ല, മദ്യം വേണ്ട. എന്നാൽ ചിക്കൻ ബിരിയാണിയോ? അതിനകത്ത് എന്താ തെറ്റ്? പ്രിയരെ, ദാനിയേൽ പറയുന്നു ഞാനത് കഴിക്കുകയില്ലെന്ന്. നമ്മൾ പറയും നമ്മളത് കഴിക്കും. എന്താണ് വ്യത്യാസം? കാരണം എന്തുവാ? യഹൂദന്മാർക്ക് നിഷിദ്ധമാണ്, യഹൂദന്മാർക്ക് അത് അശുദ്ധമാണ്. ഏതശുദ്ധം? ഏത് മൃഗങ്ങളെയാണ് കഴിക്കേണ്ടത്, ഏത് ജീവികളാണ് കഴിക്കേണ്ടത്, കഴിക്കേണ്ടാത്തെന്നുള്ളത് ലേവ്യ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഒഴിച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുവാൻ തക്കണ ഒരു യഹൂദം ബാലന് ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ആ പ്രമാണത്തിനനുസരിച്ച് മാത്രമേ, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്നെ അശുദ്ധമാക്കുക എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ. പിന്നെ അശുദ്ധമാക്കുക, ഞാൻ എട്ടാം വാക്യത്തിൽ എന്താണ് കാണുന്നത്? എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവർ കുടിക്കുന്ന വളരെ ശ്രദ്ധിക്കുക. രാജാവിന്റെ ഭോജനം രാജാവ് നമുക്ക് ഓഫർ ചെയ്യുമ്പോൾ നാം എന്തിനാ പ്രിയരെ മാറി നിൽക്കേണ്ടത്? ആരെങ്കിലും മാറി നിൽക്കുമോ? അതിൻ്റെ മണം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആരാണ് നിൽക്കുന്നത്? പ്രായമായവർക്കൊന്നും വലിയ ഇഷ്ടമൊന്നും കാണത്തില്ല, എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാൽ ഞാനും യുവ സമയത്ത് ഇതൊന്നും വിട്ടുകളയുന്ന ആളല്ലായിരുന്നു. എന്താ പറയുന്നത്? രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കില്ല. ഒരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം? ഈ തീരുമാനമാണ് പ്രിയരെ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പ്രിയ യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരിക്കും ഒരു വസ്തുത. ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ അശുദ്ധമാക്കിയില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നെ മലിനപ്പെടുത്തുവാൻ തക്കണം ഞാൻ തുനിയാതെ, ഞാൻ ആഗ്രഹിക്കാതെ ആർക്കും എന്നെ മലിനപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഒരു പ്രാവിന് തലയ്ക്ക് മീതെ കൂടി പറന്നു പോകാൻ പറ്റും, എന്നാൽ ആ പ്രാവ് വന്ന് പക്ഷി വന്ന് എൻ്റെ തലയിൽ കൂട് വയ്ക്കുവാൻ ഞാൻ അനുവദിക്കാതെ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഒരിക്കലും ഞാൻ മലിനപ്പെടണമെന്നുണ്ടെങ്കിൽ എൻ്റെ അനുവാദം കൂടാതെ എന്നെ മലിനപ്പെടുത്തുവാൻ കഴിയില്ല എന്നാണ് ദാനിയേൽ പറയുന്നത്. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ ശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അത് മാത്രമല്ല, അത് ഷണ്ഡാധിപനോട് അപേക്ഷിക്കുകയും ചെയ്തു. അതിൻ്റെ 9-ാം വാക്യത്തിൽ ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന് മുൻപിൽ ദയയും കരുണയും കാണിപ്പാൻ ഇടവരുത്തി. പ്രിയരെ, ഒരു കോംപ്രമൈസ് നമുക്ക് വേണ്ട, നമുക്കൊരു വിട്ടുവീഴ്ച ആവശ്യമില്ല. നാം മനസ്സിലാക്കിയ സത്യത്തിൽ തന്നെ മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അല്പം പോലും നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് ആവശ്യമില്ല. വിട്ടുവീഴ്ചയ്ക്ക് ചെയ്ത പലരെ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ആദാമിനെ നമുക്കറിയാം, ഒരു ചെറിയൊരു വിട്ടുവീഴ്ച നടത്തി, എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. അബ്രഹാം ഒരു വിട്ടുവീഴ്ച നടത്തി, എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. സാറ ഒരു വിട്ടുവീഴ്ച നടത്തി, എന്തെല്ലാം ഇന്നും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഒരു വിട്ടുവീഴ്ച നടത്തി, ഒരു ഒത്തുതീർപ്പ് നടത്തി ഹാഗാർ വേലക്കാരിയുമായിട്ട്, ദാസിയുമായിട്ട്. എന്ത് സംഭവിച്ചു? അത് മാറിപ്പോയില്ലേ പ്രിയരെ? അതുപോലെ തന്നെ റിബേക്കയാണെങ്കിലും വചനത്തിൽ അനേകര് വിട്ടുവീഴ്ച നടത്തിയതോടുകൂടി അവരുടെ ജീവിതത്തിൽ തകരാറുകൾ സംഭവിച്ചു. എന്നാൽ ദാനിയേലായിക്കോട്ടെ, താൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. താൻ നിശ്ചയിച്ചു, തൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചു, ഇല്ല. മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഇനിയും അത് ചെയ്യുകയില്ല. ഞാൻ ഒരു പദം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആരാധനാമാറ്റം, ഭക്ഷണമാറ്റം, ആരാധനമാറ്റം. 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. എനിക്കറിയാം, സമയമായി എന്നുള്ളത് എനിക്കറിയാം. കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കും. അതിന്റെ 6-ാം വാക്യം. ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയും. അതിന്റെ 12-ാം വാക്യം. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകരായി നിയമിച്ച ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ, ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അതിന്റെ 16 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കേണ്ടതാണ്. എന്നാൽ അത് 18-ാം വാക്യം മാത്രം വായിച്ചുകൊണ്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുമില്ല എന്ന് അറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. ഇതിനകത്ത് ദാനിയേൽ ഇല്ല കേട്ടോ.
ഇതിനെ ശദ്രക് മേശക് അതിന് 3 പേരേ ഉള്ളൂ. ദാനിയേൽ ഇവിടെ പോയി എന്ന് അറിയത്തില്ല. എന്നാൽ 2-ാം അധ്യായത്തിൻ്റെ 48-49 ദാനിയേൽ കോവിലിൽ അകത്താണ് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ദാനിയേൽ ഇവിടെ വന്നില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ബാക്കി 3 ബാലന്മാരും എടുത്ത തീരുമാനം മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട്, ആ കഴുത്തറക്കുവാൻ വാളിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ധൈര്യത്തോടു കൂടി പറയുകയാണ്. എന്താണ് പറയുന്നത്? ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കയില്ല, കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും എല്ലാം റെഡിയായിട്ടുണ്ട്. തീകളെല്ലാം കൂട്ടി 7 ഇരട്ടി അതിനെ ഇത് കൂട്ടിയിട്ടുണ്ട്. എന്നിട്ടും അത് കണ്ടുകൊണ്ട് തന്നെ, മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് തന്നെ ശദ്രക് മേശക് അബേദ്നെഗോ 3 പേരും കൊടുത്ത തീരുമാനം, അല്ലെങ്കിൽ 18-ാം വാക്യത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് അറിഞ്ഞാലും പ്രിയ നെബൂഖദ്നേസരേ എന്നാണ് പറയുന്നത്. ഇത്ര കാര്യമായ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഈ 4 ബാലന്മാരെടുത്ത തീരുമാനം, ഒന്ന്, സ്ഥലം മാറ്റത്തിൽ കൂടി വളരെ ശ്രമിച്ചു ഇവരെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട്. 2-ാമതായിട്ട് പേര് മാറ്റത്തിൽ കൂടി നോക്കി, പറ്റിയില്ല. 3-ാമത് ഭക്ഷണ മാറ്റത്തിൽ കൂടി നോക്കി, പറ്റിയില്ല. 4-ാമതായിട്ട് ആരാധനാ മാറ്റം, ഒരു ബിംബത്തെ ആരാധിക്കുവാൻ വേണ്ടി, അതും 60 മുഴം നീളം, 6 മുതൽ അത് വെളിപ്പാട് 13:8 കാണുന്ന ആ ഒരു ബിംബത്തോട് സദൃശ്യപ്പെടുത്തി 666 എന്നുള്ള പേരിനോട് ബന്ധപ്പെട്ട് ഒരു പക്ഷെങ്കിലും ദേവദാസന്മാർ പറയുന്നുണ്ട്. 60 മുഴം നീളം, 6 മുഴം വീതി, 666 എന്നുള്ള സംഖ്യ അവിടെ വന്നതുകൊണ്ട് ഇനി വരുവാൻ പോകുന്ന ഒരു ബിംബമുണ്ട്. വെളിപ്പാട് 13-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് താല്പര്യപ്പോൾ ഈ അന്തിക്രിസ്തു എന്ന രീതിയിൽ ഉയർത്തപ്പെട്ടതായിരിക്കുന്ന ഈ അന്തിക്രിസ്തു ആയിരിക്കുന്ന ഈ ബിംബത്തിന് മുൻപാകെ നമസ്കരിക്കണമെന്നുള്ളതായിരിക്കും ആജ്ഞയ്ക്ക് ഒരു തക്ക മറുപടി ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ ദാനിയേൽ കൊടുത്തു. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയരെ, ഈ 4 മാറ്റം ഇന്നല്ലെങ്കിൽ നാളെ വേറൊരു രീതിയിൽ നമ്മുടെ ജീവിതത്തെയും ആക്രമിക്കുവാൻ കടന്നു വരാൻ സാധ്യതയുണ്ട്. നാം ഒരിക്കലും പിന്മാറിപ്പോകരുത്. പ്രത്യേകിച്ച് യുവാക്കൾ ഈ ഏത് സ്ഥാനത്ത് നാം പഠനത്തോടുള്ള ബന്ധത്തിൽ പോയാലും, വിവാഹശേഷം ഏത് സ്ഥാനത്ത് പോയാലും അവിടെയൊക്കെയും കടന്നു വരാമെന്നതായിരിക്കും ഈ 4 മാറ്റങ്ങൾ നാം എപ്പോഴും മനസ്സിലാക്കി നാം നമ്മുടെ ദൈവത്തെ, നാം വിശ്വസിച്ച ദൈവത്തെ, ദാനിയേലിൻ്റെ ദൈവത്തെ, ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ ദൈവത്തെ നാം മുൻപിൽ കണ്ടുകൊണ്ട് ആ ദൈവത്തിനായിട്ട് സകലവും സമർപ്പിച്ചുകൊണ്ട്, മരണമെങ്കിൽ മരണം, ജീവനെങ്കിൽ ജീവൻ, ഒരു പക്ഷെങ്കിൽ വാളെൻ്റെ കഴുത്തിന് മീതെ കൂടെ കടന്നു വന്നാലും ആ സമയത്തും ഞാൻ വിശ്വസിച്ച എൻ്റെ കർത്താവിൽ ഞാൻ അകന്നു പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിശ്വാസദാർഢ്യത്തോടു കൂടി നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. വിശ്വാസ കപ്പലിൽ